ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസം പതിവ് പോലെ ഓഫീസുകളെല്ലാം ലീവാണ്. ഇന്നലെ രാത്രി കിടക്കാൻ കുറച്ച് നേരം വൈകിയതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്ക് എണീറ്റിട്ടാണ് ഫുഡ് കഴിച്ചത്. കഴിച്ച പാടത്ത് തന്നെ വീണ്ടും കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീക്കുന്നത് 5:30-6 മണിക്കാണ് പിന്നെ ഞാൻ എണീറ്റിട്ടുള്ളത്. എണീറ്റ് അസർ നിസ്കരിക്കാമെന്ന് വിചാരിച്ച് അസർ ഏതായാലും കളായിപ്പോയി. അപ്പോൾ അസറും മഗ്‌രിബൊക്കെ ഒരുമിച്ച് നിസ്കരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ബാത്റൂമിൽ ചെന്ന് ഒതുണ്ടാക്കിയപ്പോൾ ഈ കണ്ണാടിക്കും നോക്കിയപ്പോഴാണ് താടി മുടിയൊക്കെ വല്ലാണ്ട് വളർന്നു. താടി മുടിയും കോലൊക്കെ കണ്ട് എനിക്ക് തന്നെ മനസ്സിൽ കിടങ്ങാറായി. ഒരു ആടുജീവിതം ലുക്കായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും പോയിട്ട് ഒന്ന് വെട്ടാം. പക്ഷെ വെട്ടാനൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് ശേഷം ഇതുവരെ ഇവിടുത്തെ സെലൂണിൽ പോയിട്ടില്ല. ഇവിടെ ആരാണ് വെട്ടണമെന്ന് അറിയില്ല. മലയാളികളുണ്ടോ അതോ ബംഗാളിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തല വെക്കണോ അതൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഏതായാലും റൂമിൽ നിന്ന് ഇറങ്ങി ഈ ലിഫ്റ്റിന് ഒരു അരമണിക്കൂർ കാത്തുക്കണം. KSRTCക്ക് കാത്തുന്ന പോലെയാണ് ലിഫ്റ്റിന് കാത്തുന്നത്. കുറേ നേരം കഴിഞ്ഞിട്ട് ലിഫ്റ്റ് വന്നില്ല. ഏതായാലും വെയിറ്റ് ചെയ്ത് അൽഹംദുലില്ലാ റാഹത്ത് എന്ന് പറഞ്ഞ പോലെ ലിഫ്റ്റ് ഓപ്പണായി. ഞാനും അതിലേക്ക് കയറി. ഏതായാലും താഴെ എത്തിയേക്കുമ്പോൾ പടച്ചോനെ ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ 5:30-6 മണിയായപ്പോഴത്തേന് കൂരാക്കൂരി ഇരുട്ട്. ഏതായാലും ഞാൻ പുറത്ത് ഇറങ്ങി വെക്കുമ്പോൾ സെക്യൂരിറ്റിനും കൂടിയും കാണാമല്ലോ മക്കളെ, ആരും ഇല്ല അവിടെ, ഒരു മനുഷ്യനെ കാണാമല്ലോ. അപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാവരും നല്ല ഉറക്കിലായിരിക്കുമല്ലോ ഈ 5 മണി 6 മണി ടൈമിൽ. അപ്പം ഞാൻ കരുതി ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മുടിയും വെട്ടിച്ച് തിരിച്ചു പോരാന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഈ ടൈമിൽ ഇറങ്ങിയത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ പോയി കഴിഞ്ഞാൽ ആ ടൈമിൽ ആരും പുറത്തേക്കൊന്നും ഇറങ്ങൂല കരുതിയിട്ടാണ് ഞാൻ ഈ ടൈമിൽ ഇറങ്ങിയത്. പക്ഷെ അവിടെ എത്തിയേക്കുമ്പോഴാണ് നീർച്ചക്ക് വരിക്കണവർക്ക് പെരുന്തരക്ക്. അപ്പം ഞാൻ പിന്നെ കായില്ലാത്ത പോലെ ഇറച്ചി കിക്കണമായിരിക്കും. ഇങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് ചോദിച്ചപ്പോൾ മലയാളിയാണോ മലയാളത്തിലും ഉണ്ടോ അതോ ഹിന്ദിയിൽ ചോദിക്കണേ ഇരുത്തിയൊക്കെ നമ്മളാണ് ഉള്ളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞത് വെട്ടാനാണോ എന്ന് ചോദിച്ചു. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലോ, വെട്ടാനാണോ? ഞാൻ പറഞ്ഞു വെട്ടാനോ ഇറക്കാനൊന്നുമല്ല, ഒന്ന് താടി മുടിയും സെറ്റാക്കണം എന്ന് ഓനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഓൻ പറഞ്ഞു ഒരു അരമണിക്കൂർ പുറത്തേക്ക് കുറച്ച് നേപ്പാളി ബംഗാളിനൊക്കെ തള്ളിയിട്ടിട്ട് വരാം എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞ് ഒരു അരമണിക്കൂറായിട്ട് ഓൻ വിളിച്ചിട്ടാണല്ല. പിന്നെ വാതിൽ വെച്ചൊന്ന് കുത്തി ഒന്ന് മാന്തിയൊക്കെ നോക്കിയാൽ ഓൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, അല്ലാതെ ഉള്ളിലേക്ക് വിളിച്ചിന കോലൊന്നും ഓനെ കണ്ടില്ല. ലാസ്റ്റ് ഏതായാലും ഓൻ ഇന്നെ വിളിച്ചിട്ട് ഉള്ളിൽ കയറ്റി ഇരുത്തി. എല്ലാവരും ചോദിച്ചവർക്ക് ഇന്നോടും ചോദിച്ചു എന്താ കാട്ടേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കുറേ സ്റ്റൈലും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഓൻ എൻ്റെ മുഖത്തൊക്കെ ഒരു നോട്ടം. ഞാൻ എന്താ തോൻ്റെ അടുത്ത് എന്തോ കടം വാങ്ങണമാർക്ക്. ഏതായാലും പിന്നെ ഞാൻ കരുതി ഞാൻ വെട്ടണമാർക്ക് വെട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കജ്ജും കൈത്തും തലയൊക്കെ ഓൻ വെച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ കുത്തിയിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞ് ഒക്കെപ്പാടത്തൊക്കെ ഓനെ അത് റെഡിയാക്കി തന്ന് ഏതായാലും ഒരു വൈക്കാക്കി തന്നപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മറ്റേ ചില്ലും കൂട്ടുന്നുണ്ട് സമൂസയും പക്കോടയും പഴംപൊരിയും കട്ട്ലേറ്റൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഓനോട് ചോദിച്ചു ഇതെപ്പം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. ഓൻ പറഞ്ഞു രാവിലെ ഉണ്ടാക്കിയതാണെന്ന്. ഏതായാലും രാവിലെ ഉണ്ടാക്കി ഇപ്പം തിന്നാൻ നടക്കൂല എഴുതിയിട്ട് എന്താട്ടി ഒരു ചായയാണ് മേടിച്ചു. ചായ മേടിച്ച് വെക്കുമ്പോൾ അപ്പുറത്ത് നിന്നിട്ടുണ്ട് മറ്റേ ഷവായൊക്കെ ഇങ്ങനെ കറങ്ങണം. അപ്പം ഇച്ചൊരു പൂതി ഉണ്ടായിരുന്നു ഷവായി എന്നാണ്. അപ്പം ഞാൻ നിന്നുകൊണ്ട് പിന്നെ അവിടുത്തെ ടേസ്റ്റ് അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഏതായാലും ഷവായി ട്രൈ ചെയ്യാൻ നോക്കിയില്ല. അപ്പുറത്ത് നിൽക്കണം നല്ല ഷവർമ്മ കടിച്ച് മുറിച്ച് തിന്നുന്നുണ്ടപ്പോൾ ഞാൻ കരുതി ഒരു ഷവർമ്മ പറയാമെന്ന് കരുതി ഒരു ഷവർമ്മ പറഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാ റാഹത്ത് പറഞ്ഞവർക്ക് 2 മിനിറ്റിൽ ഒരു ഷവർമ്മ ഉണ്ടാക്കി തന്നു വെച്ച്. ഷവർമ്മ കൈ കിട്ടിയ സന്തോഷത്തിൽ ഏതായാലും അൽഹംദുലില്ലാ പോരട്ടെ ഒരു ചായയും കൂടി എന്ന് പറഞ്ഞു. അത് ഫ്രഷ് മിൽക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓനോട് ഒരു ചായയും കൂടിയും പറഞ്ഞു. അതും കൂടിയാണ് കിട്ടിയപ്പോൾ ഞാൻ എന്താട്ടി ഒഴിഞ്ഞ് പോയി ഒരു സൈഡ് കുത്തിറക്കി എഴുതിയിട്ട് ഏതായാലും ഷവർമ്മ എന്നൊരു കാട്ടിയൊക്കെ കടിച്ചു നോക്കിയപ്പോഴാണ് പടച്ചോനെ ഷവർമ്മ ഇങ്ങനെ പറ്റിച്ചല്ലോ എന്നൊരു തോന്നലും. ചായ ഇരുന്നോണ്ട് നോക്കിയിട്ട് ഞാനൊരു ചിറിയും ചിരിച്ചു. കാരണം എന്താണെന്ന് ഈമാൻ്റെ ചിറി നമുക്ക് ഓന് കൊടുക്കണമല്ലോ. ഇനി ബൗസില്ലെങ്കിൽ ഓൻ്റെ മനസ്സ് ക്ലിയർ ആയിക്കോട്ടെ എഴുതിയിട്ട് ഞാനും ഓൻ്റെ മുഖത്ത് നോക്കിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞിട്ട് ഒരു ചിറിയും ചിരിച്ചിട്ട് ഷവർമ്മ പകുതി കടിച്ചപ്പോൾ തന്നെ എൻ്റെ മനം ചത്തുക്കണ്. ഏതായാലും മനസ്സുറപ്പോടെ പകുതി ഷവർമ്മ എന്നിട്ട് എന്താട്ടി ബാക്കി ഷവർമ്മ ഇട്ടിട്ട് ഞാൻ എന്താട്ടി ആ ചായയും കൊണ്ട് അൽഹംദുലില്ലാ റാഹത്ത് പറഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ചു. ഏതായാലും പാലും വെള്ളത്തിൽ പോയ പാണം വെള്ളത്തിൽ പിടിച്ചു തരണമാർക്ക് മുടി വെട്ടിയത് ഏതായാലും അൽഹംദുലില്ലാ റാഹത്ത് അയക്കണമെന്ന് നോക്കി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. മുടി വെട്ടിയത് ഉഷാറായിക്കണമെന്നുള്ളത്. ഏതായാലും ഇന്നത്തോടെ മുടി വെട്ടിയുമ്പോൾ അൽഹംദുലില്ലാ റാഹത്ത് പറഞ്ഞ് കടന്നുറങ്ങാമെന്ന് ഞാനും വിചാരിച്ചു.